ഹലോ ഗായ്സ്, വെൽക്കം ടു അൻറാത്താസ് വ്ളോഗ്. സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? പിന്നില്ലേ, എന്നോട് കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിരുന്നേ, നിങ്ങൾ വെജ് മാത്രമാണോ കഴിക്കാറ്, നോൺ വെജ് കഴിക്കലില്ലേന്ന്. അപ്പോൾ ഇൻ്റോടെ നോൺ വെജും കഴിക്കും, പക്ഷെ അധികം വെജാണ് കഴിക്കുക. നോൺ വെജ് കഴിക്കാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ കഴിക്കില്ല. വീട്ടിൽ അമ്മ വെജിറ്റേറിയനാണ്. അമ്മ നോൺ വെജ് തൊടയില്ല. അപ്പോൾ ഒരാൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ചടിക്കല്ലോ. അതുകൊണ്ട് നോൺ വെജ് കുറവുണ്ടാക്കൽ. അമ്മ കഴിക്കാത്തതുകൊണ്ട്. ബാക്കി ഞാനും അച്ഛന് ഏട്ടന് എല്ലാവരും കഴിക്കും കേട്ടോ. പക്ഷെ വീട്ടിൽ അമ്മ കഴിക്കൂല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബീഹാറി സ്റ്റൈലിൽ മീൻ കറി കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കേട്ടോ. ഇന്ന് ഏട്ടൻ മീൻ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ അത് എടുക്കാമെന്ന് വിചാരിച്ച വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ, ഇത് മീനമ്മ നല്ല വാഷ് ചെയ്ത് വെച്ചേ. ഈ മീനിനെ ഹിന്ദിയിൽ എന്താ പറയാ? എന്താ പറയാ? റൂപ്ചന്ദ് എന്നാട്ടോ പറയാ. പേര് കേൾക്കുമ്പോ ഒരു ഇതില്ലേ, റൂപ്ചന്ദ് കേട്ടോ. റൂപ്ചന്ദ് എന്ന് പറഞ്ഞുണ്ടല്ലോ, ഒരു മീൻസ് ഭംഗിയുള്ള അങ്ങനത്തെ ഒക്കെ ഒരു സൂപ്പർ ഉള്ള ആള്, അങ്ങനത്തെ ഒരു മീനിങ് കേട്ടോ വരുന്നത് കേട്ടോ. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കുമ്പോ, ഫ്രൈ ചെയ്തതും ഇതിലെല്ലാം മസാലകൾ വെക്കട്ടെ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇത് മിക്സ് ചെയ്യുക നന്നായിട്ട്. ഇതാട്ടോ, ഇത് മിക്സ് ചെയ്തേ. ഇനി ഇത് കുറച്ചേരം വിടുവേ, അങ്ങനെ തന്നെ കേട്ടോ. ഇതിലില്ലേ അമ്മ ഓയിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യില്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുക ഫുഡിനൊക്കെ. ഓയിൽ ചൂടായിട്ടുണ്ട്, അതിന് മീൻ ഫ്രൈ ചെയ്യുകയാണേ. ഞങ്ങൾ മീനില്ലേ കറിയിലൊക്കെ ഇടുമ്പോഴും മീൻസ് ഫ്രൈ ചെയ്തിട്ടോ. നിങ്ങൾ പച്ചയ്ക്കലിടുക. അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അല്ലേ അമ്മ? അമ്മയ്ക്ക് ഇഷ്ടം? സോറി, അല്ലെങ്കിൽ അമ്മ കഴിക്കില്ല. എനിക്ക് വേണ്ടിയിട്ടില്ല, എൻ്റെ ഫ്രണ്ട് എപ്പോഴും കൊണ്ടുവരും മീൻ കറി, ചിക്കൻ കറി ഒക്കെ. എനിക്ക് കേരള സ്റ്റൈല് മീൻ കറി ഭയങ്കര ഇഷ്ടമാണ്, ആ പച്ചയൊക്കെ വെക്കണേ. പക്ഷെ അമ്മ എപ്പോഴും പറയും എങ്ങനെയാ നിങ്ങൾ കഴിക്കണേ. സംഭവം അമ്മ കഴിക്കാത്തതുകൊണ്ടാവും അങ്ങനെ തോന്നിക്കാൻ കേട്ടോ. പക്ഷെ അച്ഛനും ഏട്ടന്മാരൊക്കെ കഴിക്കും കേട്ടോ, അങ്ങനെ പണിക്കൊക്കെ പോയാൽ പുറത്തുനിന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാട്ടോ, ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ഞങ്ങളവിടുത്തെ കടുക് ഞാൻ പറഞ്ഞിട്ടില്ലെന്നോ, ബീഹാറിത്തെ കടുക് കണ്ടങ്ങള്. ഇതവിടുന്ന് കൊണ്ടുവന്നതാ. ഇത് ഇനി നമ്മള് പേസ്റ്റാക്കി എടുക്കുവേ. അമ്മയ്ക്കില്ലേ 6:30 ആയപ്പോട്ടോ ഓർമ്മ, ഇന്ന് പാല് കൊണ്ടുവന്നില്ലല്ലോ എന്ന്. സംഭവം ഞങ്ങളെ വീട്ടിലേക്കുള്ള പാലില്ലേ ഒരു ഷോപ്പിലേക്കാണ് വെക്കുക. ഞങ്ങളെ വീട് കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് ഓരിങ്ങോട്ടേക്ക് വരില്ല. അപ്പം അവിടുന്ന് പോയി എടുക്കണം. ഇവിടെ നന്നായിട്ട് ചളിയും പിടിയാ മഴ പെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എടുക്കാൻ പോയി. ഞാൻ ടോർച്ച് കത്തിക്കട്ടെ, ഇതിൻ്റെ കാലൊന്നായിട്ട് ചളിയിലാവും കേട്ടോ. അങ്ങനെ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. അമ്മ പിന്നെ വെയിറ്റ് ചെയ്യുന്നു ഞാൻ പാല് കൊണ്ടുവരാൻ പോയപ്പോൾ, വന്നിട്ട് ഞാൻ എടുക്കുള്ളൂ എന്ന്. കേട്ടോ, നല്ല സ്മെല്ല്. അമ്മയ്ക്ക് എങ്ങനെയാ അപ്പം കഴിക്കാതെ നിൽക്കാൻ തോന്നുന്നേ. അമ്മ ഒരു പീസ്. ചൂടേ അമ്മ ഇരിയെന്ന് പറയാം. പിന്നെ കഴിക്കാൻ നിൽക്കും. എന്ത് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ കയ്യിലെ കറി നിങ്ങൾ ട്രൈ ചെയ്യണം. മസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അമ്മേൻ്റെ കറിയും പിന്നെ ഷവർമ്മ വെച്ചാലും ഞാൻ എന്തായാലും അമ്മേൻ്റെ കറിയാവും സെലക്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഒരു കറി എന്താ അമ്മ കഴിക്കാത്തേ? അമ്മ 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 എന്താ കഴിക്കാത്ത മീൻ? എനിക്ക് മുറിച്ച് തന്നാലും കഴിക്കുക.
അതിന് അമ്മയല്ലല്ലോ ഇത് മീനല്ലേ. ഓക്കും അമ്മ മക്കളുണ്ടാവും. അതിന്റെ അമ്മയ്ക്ക് എപ്പോഴാ ആരാ വയറ്റിൽ പോയിണ്ടാവും. ഇതിന്റെ അമ്മയ്ക്ക് എപ്പോഴോ വയറ്റിൽ പോയിണ്ടാവും, ആരോ വയറ്റില്. ഞാന് പറയുന്നതിന്റെ മുന്നേ അമ്മ ഒക്കെ വെച്ചിതിന്റെ ഉള്ളില്. എന്താണ് അമ്മ ഇതിലില്ലേ മീൻ ഫ്രൈ ചെയ്തേ ആ ഓയിൽ തന്നെ കുറച്ച് മാറ്റി വെച്ചേ. നമ്മൾ കുറെ ആയിപ്പോ. എന്നിട്ട് അതിലിതാ ബേ ലീഫ്, ഉണക്കമുളക്, നല്ല ജീരകം, കടുക് വേണമെങ്കിൽ കടുക് വെക്കാം, അല്ലെങ്കിൽ വേണ്ട. ഉമ്മ ഒരു പാട്ട് പാട്, ഒരു പാട്ട്. അമ്മക്ക് മലയാള പാട്ട് അറിയോ? ഇല്ല. എന്താ അതെന്താ? ഇതിലില്ലേ നമ്മള് നേരത്തെ പേസ്റ്റ് ആക്കിയ ആ പേസ്റ്റ് ഒക്കെ വെച്ചിട്ടോ. ഇനി അമ്മ അടുക്കളയിൽ കേറ്റല് കേട്ടോ. അതിന്റെ ബാക്കിൽ ഒരു റീസൺ ഉണ്ടേ, അത് ഞാൻ പറഞ്ഞു തരട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കാൻ പോയാ അമ്മ എണ്ണയിലിട്ട് കിട്ടോ. കുറച്ച് വെള്ളം വെച്ചേ. സംഭവം ഞാൻ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കും. ഇല്ല അമ്മ, ഞാൻ ടേസ്റ്റ് ഉണ്ടാക്കില്ല. പക്ഷെ ഇല്ലേ, ഞാൻ എന്തെങ്കിലൊക്കെ പൊള്ളിക്കും. കയ്യോ കാലോ മുഖോ അടുക്കള കയറിയാല്. അതുകൊണ്ട് അമ്മ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഫോൺ ചൂടായി, സാരില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതിലമ്മ ഉപ്പ് വെച്ച് കഴിഞ്ഞു. എന്നിട്ട് മുളകപ്പൊടി വെച്ചു. ഞങ്ങൾ കുറച്ച് എരിവുള്ളതാട്ടോ കഴിക്കുക കറി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്താ അമ്മ ചിരിക്കുന്നത്? ഇങ്ങനെ ഇതാട്ടോ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളല്ല ഈ അമ്മ വെള്ളം ഒഴിക്കും. ഫോണ് ചൂടായിട്ടമ്മ. അമ്മ മീനിന് ഹിന്ദിയിൽ എന്താ പറയാ? मछली. ഓ, मछली जल की रानी है, जीवन उसका पानी है. ബാക്കി बाकी तो इस तरह समझ नहीं आ रहा. ബാക്കി നിങ്ങളോട് പറയാനമ്മ. ഇനിയാണ് നമ്മളെ ഗരം മസാല വരുന്നത് ലാസ്റ്റിലേക്ക്. മതി. തിളപ്പിച്ചിട്ട് എന്താ പറയാ മലയാളിന്? തിളപ്പിച്ചിട്ട് ഇതിന് വെക്കണം. ഓ, എന്താ പറയാ? അതന്നെ, തിളപ്പിച്ചിട്ട് ഇടണം. എന്നോട് കമന്റിൽ കുറെ പേര് പറഞ്ഞു വെക്കണം പറയരുത്, ഇടണം പറയണം. ഇടണം, ആ, വെക്കണം. തിളച്ച് കഴിഞ്ഞു. ആ, ഇനി അതില് ഈ മീൻ വെക്കാണ്. ഇതാട്ടോ, ഇതിലേക്ക് ഇങ്ങനെ മീൻ വെക്കാണ്. എന്നിട്ട് ഇത് ഒരു 10 മിനിറ്റ് വിടും. അല്ല അമ്മ, 5 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റ് അല്ലേ. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പ്.
വന്നോളില്ല ഒരു ബിഹാരി മീൻ കഴിക്കാനോട്ടാ. എങ്ങനെ വരാനാ? ചേച്ചിമാർ വന്നോളി. ചേച്ചിമാര് ബിഹാരി മീൻ കഴിക്കണം. റെഡി ആയിട്ടാ? റെഡി ആയിട്ടോ കൂട്ടി എന്താ ചെയ്യാനോ? കഴിഞ്ഞ് ആ അപ്പോൾ ഗായ്സ് മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ നല്ല ടേസ്റ്റി മീൻ കറി ആൻഡ് ചോറ്. എനിക്ക് ചോറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ രാത്രിയും രാവിലെയും ഒക്കെ ചോറാണ് കഴിക്കൽ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോഴേക്ക് ബൈ ബൈ.